സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ സെന്ററിൽ കൂടെ കയറി പോയെന്നല്ല പറഞ്ഞതും പച്ച മലയാളത്തില് കാതില് കേൾക്കുന്നില്ല പൊട്ടം പൊട്ടിയാളെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ റോഡ് എന്താ നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ? അല്ല എനിക്ക് അറിയാൻ പാടിഞ്ഞു ചോദിക്കുക. തുള്ളി 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 കുണ്ണുവാവൾ ഓവറാക്കി നടുറോട്ടിലായി ഇപ്പൊ തുള്ളല്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്തിരി സൗന്ദര്യം, ഇത്തിരി കലാപരമായ കുറച്ച് ഡാൻസും അറിവായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നിക്കൂല. ഇതൊന്നും അറിയാണ്ട് തുള്ളല് തുള്ളല് തുള്ളല്. വല്ല ഐശ്വര്യ റായോ മഞ്ജു വാര്യരോ അപ്പാലെ ഇത്തിരി സൗന്ദര്യം വാരിക്കോരി കൊടുക്കുമായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒന്നും പറയാനില്ല അളിയോ. അല്ല നിങ്ങളുടെ ഈ റോഡ് തറവാട് സ്വത്താണെന്ന് കുറച്ച് വീതം മേടിച്ച് തന്നതാണത്. അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുമോ ഞാൻ. എത്രയോ ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെയാണോ പേക്കുത്ത് കാണിക്കുന്നത്? എന്തു പറഞ്ഞാലും പറയും സുധിച്ചേട്ടന്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. സുധിച്ചേട്ടന്റെ ആത്മാവിന് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ വന്ന് കാണിക്കാനിടങ്ങി നിന്റെ കാൽ ആദ്യം തല്ലി ഓടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ടിട്ട് എന്തെങ്കിലും തിന്നാൻ തന്നേനെ. അങ്ങേരിന്റെ പേര് ഇനി വലിച്ചു കഴിക്കരുത് മീഡിയന്റെ മുന്നിൽ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ തോന്നിയവസം കാണിക്കണതോ റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് സ്വത്ത് കിട്ടിയത് അതാണോ നിങ്ങൾക്ക്? നാട്ടുകാർക്കൊന്നും പോവൊന്നും വേണ്ടേ? അല്ല സ്വമേധയാ പലവിടെയും കേസെടുക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇവർക്കൊന്നും നിയമപാലകരൊന്നും ഇതൊന്നും കാണുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് രണ്ടെണ്ണത്തിന് പിടിച്ച് അകത്തിടണം. അവിടെ ഇരുന്നിട്ട് ജയിലുണ്ടത് നിന്നിട്ട് റീൽസ് കേട്ടെന്ന്. ഇനി നാണം മാനം കുറച്ച് ഉളുപ്പുണ്ടോ ഈ പെണ്ണുപിള്ളയ്ക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയുവാണ്. നിർത്തിക്കൂടെ? ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് റീൽസ് ചെയ്യാൻ മുട്ടുകയാണെന്നുണ്ടെങ്കിൽ വല്ല മലയോ കാടോ ചെടിയോ ഇനി വേണ്ട, ഒരു റൂം എടുത്തിട്ട് ചെയ്യേ. നാട്ടുകാരനെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാണ്? യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണത് എന്തിനാണ്? വല്ലാത്ത ജാതി എന്റെ പൊന്നോ. എന്ത് പറഞ്ഞാലും പറയാം സുധിച്ചേട്ടന്റെ ആത്മാവ്, സുധിച്ചേട്ടന്റെ ആത്മാവ്. സുധിച്ചേട്ടന്റെ ആത്മാവിനെങ്ങാനും വന്ന് ഭൂമിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിന്നെ ആദ്യം തടിക്കൊല്ലും. അത്ര എനിക്ക് പറയാനുള്ളൂ. വല്ലാത്ത അവസ്ഥ. ചേട്ടാ പിന്നെ വേറൊന്ന് പറയുന്ന കേട്ടു ഇന്റർവ്യൂല് സിനിമാ നടികളൊക്കെ ഇങ്ങനെ എന്താ പറയാ കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ. ഞങ്ങൾക്ക് എന്താ കെട്ടിപ്പിടിച്ച? ഞങ്ങളത് തിയേറ്ററിൽ പോയി 2 മണിക്കൂർ 2.5 മണിക്കൂർ ഞങ്ങള് 100, 150, 200 കൊടുത്തിട്ടാണ് സിനിമ കാണുന്നത്. നിങ്ങളുടെ റീൽസ് തിയേറ്ററിൽ കൊണ്ട് ഇറക്കാൻ ഞങ്ങൾ ഇരുന്ന് കാണാം. എന്താ ഇറക്കാൻ പറ്റൂലേ? പറ്റിയാൾ ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഒരു സാധനത്തിനും കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നോ, കുറച്ച് സൗന്ദര്യം കിട്ടിയതായിരുന്നു. ഇതേള് ഈ എവർസ്റ്റ് കൊടുമുടി തലയിലായിട്ട് കുത്തരയാക്കി അങ്ങോട്ട് മറച്ചു വെച്ചേനെ. വല്ലാത്ത ജാതി. ഇതും വെച്ചിട്ടാണ് ഇത്രയും കോമിക്ക് കാണിക്കുന്നത്. നിർത്തിക്കൂടെ ഉളുപ്പില്ലാത്തവരെ എന്ന് എനിക്ക് പറയാനുള്ളൂ.